സമീപ ദശകങ്ങളിൽ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം കടന്നുപോകുന്നത്. ഈ പടിഞ്ഞാറൻ അതിർത്തിയിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവന ഉപഭൂഖണ്ഡത്തിലെ തന്ത്രപരമായ സങ്കീർണതയും സുരക്ഷാ വെല്ലുവിളികളെയും കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ മുതലെടുത്ത് ഇന്ത്യ വൃത്തികെട്ട കളികളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ നേരിടുന്ന ഇരട്ട പ്രതിസന്ധികളെ തുറന്നു കാട്ടുന്നു. പാകിസ്ഥാൻ നേരിടുന്ന വലിയ സുരക്ഷാ ഭീഷണികളൊന്ന് TTP പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ഇവർ പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് ഇസ്ലാമാബാദിന്റെ പ്രധാന ആരോപണം. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ തീവ്രവാദ ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം TTPയെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ശക്തമായി വാദിക്കുമ്പോൾ താലിബാൻ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ ശീതയുദ്ധം പലപ്പോഴും രക്തരൂഷിതമായ അതിർത്തി ഏറ്റുമുട്ടലുകളിലേക്കും അതിർത്തി കടന്നുള്ള പാക് വ്യോമാക്രമണങ്ങളിലേക്കും നയിച്ചു. ഇത്തരമൊരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയെ വലിച്ചിഴച്ചത്. താലിബാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന സമയത്ത് കിഴക്കൻ അതിർത്തിയിൽ നിന്നുള്ള ഒരു ഭീഷണി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായുള്ള വെല്ലുവിളിയാണ്. പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ തന്റെ രാജ്യം രണ്ട് മുന്നണികളിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തന്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നുമുള്ള പ്രസ്താവന പാക് സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അവരുടെ തന്ത്രപരമായ ദുർബലതയാണ് തുറന്നു കാട്ടുന്നത്. ഒരു രാജ്യത്തിന്റെ സൈനിക വിഭവങ്ങളും ശ്രദ്ധയും ഒരേ സമയം രണ്ട് അതിർത്തികളിലേക്ക് വിഭജിക്കപ്പെടുന്നത് ആഭ്യന്തര സുരക്ഷാ കാര്യക്ഷമതയും സാമ്പത്തിക ശേഷിയും ഗുരുതരമായി ബാധിക്കും. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ ഒരു സൈനിക നീക്കം പോലും താങ്ങാനാവാത്ത സാഹചര്യമാണ്. ഈ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരത ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രകോപനം പോലും തങ്ങൾക്ക് വലിയ തിരിച്ചടിയായേക്കാം എന്ന ഭയം പാക് നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായുള്ള സ്ഥിതിയെക്കുറിച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചത് ഈ ഇരട്ട ഭീഷണി പാക് ഭരണകൂടം എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്ത്യ വൃത്തികെട്ട കളികളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഖ്വാജ ആസിഫിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനം ഇന്ത്യയുടെ മുൻകാല സൈനിക നടപടികളാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുമ്പോൾ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾക്കപ്പുറം കൃത്യതയുള്ള സൈനിക നീക്കങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണം. 26 സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിന് മറുപടിയായി ഇന്ത്യ ഈ വർഷം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം ആരംഭിച്ചു. ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങളെ വിശദീകരിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള സിവിലിയൻ അല്ലെങ്കിൽ സൈനിക മേഖലകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃത്യതയുള്ള ആക്രമണങ്ങൾ എന്ന നിലയിലാണ്. ഇത്തരം സൈനിക നടപടികൾ പരമ്പരാഗത അതിർത്തി കടന്നുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ ഇല്ലാതെ തന്നെ പാകിസ്ഥാനെ തന്ത്രപ്രധാന ആസ്തികളെ ലക്ഷ്യമിടാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന സന്ദേശവും നൽകുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിൽ പാക് സൈന്യം താലിബാനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കിഴക്കൻ അതിർത്തിയിൽ ഇത്തരം ഒരു കൃത്യതയുള്ള ആക്രമണം ഉണ്ടായാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെ ആഭ്യന്തരമായി വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണികളിൽ നിന്നും താലിബാനുമായുള്ള പരാജയപ്പെട്ട നയതന്ത്ര ചർച്ചകളിൽ നിന്നും പൊതുശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമായി പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ ഈ രംഗത്തേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ താലിബാൻ പ്രശ്നത്തെ ഒരു ദേശീയ സുരക്ഷാ വിഷയമായി ഉയർത്തിക്കാട്ടാനും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ തടയാനും പാക് ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ടാകാം. ഇന്ത്യയുമായി സംഘർഷ സാധ്യത വർദ്ധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ താലിബാനുമായുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി മറ്റ് ലോകശക്തികളുടെ പ്രത്യേകിച്ചും ചൈനയുടെയും അമേരിക്കയുടെയും നയതന്ത്ര ഇടപെടലുകൾക്ക് പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം. രണ്ട് മുന്നണികളിലെ യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയുമ്പോഴും ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ മുതലെടുത്ത് വലിയ സൈനിക നീക്കങ്ങൾ നടത്താൻ സാധ്യതയില്ല. കാരണം അത് മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും സാമ്പത്തികമായി ഇന്ത്യക്ക് ദോഷകരമാവുകയും ചെയ്യും. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രതികരണങ്ങൾ ആവർത്തിക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന സന്ദേശം ഈ സാഹചര്യം ഉപയോഗിച്ച് നൽകാൻ സാധ്യതയുണ്ട്. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ എപ്പോഴും തുറന്നിടും. പാകിസ്ഥാൻ താലിബാൻ സംഘർഷം രൂക്ഷമാകുന്നത് ഉപഭൂഖണ്ഡത്തിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണ്. താലിബാൻ TTP പോലുള്ള ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ നിയന്ത്രണാതീതമാവുകയാണെങ്കിൽ അത് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സുരക്ഷാ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള സഹകരണ സാധ്യതകൾ
സാധ്യതകൾ ഇല്ലാതാക്കുകയും സൈനികപരമായ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ നേതൃത്വത്തിന്റെ ആഴത്തിലുള്ള ആശങ്കയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും കിഴക്കൻ അതിർത്തിയിൽ നിന്നും ഒരേ സമയം ഭീഷണി നേരിടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ തന്ത്രപരമായ സമ്മർദ്ദം വളരെ വലുതാണ്. ഈ പ്രസ്താവനയിലൂടെ ഇന്ത്യയെ രംഗത്തേക്ക് വലിച്ചിഴയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ സൈനിക മുൻകൈകളും കൃത്യതയുള്ള ആക്രമണങ്ങളും ഒരു തന്ത്രപരമായ പ്രതിരോധമായി ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിർത്തുന്നു. ഉപഭൂഖണ്ഡത്തിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ ആദ്യം തങ്ങളുടെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരുന്ന തീവ്രവാദ ഭീഷണികളെ ഫലപ്രദമായി നേരിടുകയും കിഴക്കൻ അതിർത്തിയിൽ അനാവശ്യമായ പ്രകോപനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന ഉപഭൂഖണ്ഡത്തിലെ തന്ത്രപരമായ സങ്കീർണതകൾ എത്രമാത്രം ദുർബലമാണെന്നും ഏതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിസന്ധി മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷ എങ്ങനെ ബാധിക്കുമെന്നും അടിവരയിടുന്നു.